ഇന്നത്തെ നമ്മുടെ സമാഗമത്തിലെ അടുത്ത അതിഥി ആകാശദൂത് എന്ന ചിത്രത്തിൻ്റെ സംഗീത സംവിധായകനായ ശ്രീ ഔസേപ്പച്ചൻ. ഞങ്ങൾ ആകാശദൂതിൻ്റെ കഥ പറഞ്ഞ് അതിൻ്റെ പാട്ടുകളിലേക്ക് എത്തി. അപ്പോൾ പാട്ടുകളുടെ വിശേഷങ്ങൾ അറിയാൻ കുറച്ചും കൂടെ ഔസേപ്പച്ചൻ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആവുമെന്ന് വിചാരിച്ചിട്ടാണ്. ഈ സിറ്റുവേഷൻസ് നേരത്തെ ഫിക്സ്ഡ് ആയിരുന്നു ഡെന്നിസിൻ്റെ പാട്ടുകൾ, ഇന്ന പാട്ടുകൾ വേണം. ഞങ്ങൾ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ഞാനും സിബിയും സ്ക്രിപ്റ്റ് എല്ലാം വായിച്ച ശേഷമാണ് കമ്പോസിങ്ങിലേക്ക് എന്ന് പറയുന്ന ഒരു ഏരിയയിലേക്ക് കടന്നത് തന്നെ. രാപ്പാടിയൊക്കെ എഴുതുമാണ് എപ്പോഴും വല്ലാണ്ട് ഹോണ്ട് ചെയ്യുന്നൊരു പാട്ട് അല്ലേ. പിന്നെ കാട്ടിലെ മൈനെ പാട്ട് പഠിപ്പിച്ചതാര്, പിന്നെ ശുഭയാത്ര. അങ്ങനെ 3 പാട്ടാണ് ഉള്ളത്. ഏത് പാട്ടായിരുന്നു ആദ്യം കമ്പോസ് ചെയ്തത്? കമ്പോസ് ചെയ്ത് രാപ്പാടിയാണ് ആദ്യം കമ്പോസ് ചെയ്തത്. കാരണം അതിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള പാട്ട് തന്നെയായിരുന്നു. ഈ പടത്തിൽ നമ്മൾ പടം കണ്ടതാണല്ലോ, അതിൽ നമ്മൾക്ക് മെയിനായിട്ട് എല്ലാ പടത്തിലും സാധാരണ പടങ്ങളിലൊക്കെ ചെയ്യാറുള്ളതാണ് നമ്മൾ പാട്ടിൽ നിന്ന് അതിൻ്റെ ഒരു തീം മ്യൂസിക്കായിട്ട് വരും. അതായത് വരികളില്ലാതെ കൊണ്ട് ഇൻസ്ട്രുമെൻ്റലായിട്ട് ഇത് വായിക്കും. അപ്പോൾ ഇൻസ്ട്രുമെൻ്റലായിട്ട് വായിക്കുമ്പോൾ പല നല്ല പാട്ടുകളും എനിക്ക് തോന്നുന്ന നാഷണൽ അവാർഡ് കിട്ടിയ എത്രയോ പാട്ടുകളുണ്ട്. പക്ഷേ അത് ഇൻസ്ട്രുമെൻ്റൽ വരുമ്പോൾ അതിന് ക്യാച്ച് ചെയ്യില്ല നമുക്ക്. അതിന് ആ വരികളോട് കൂടിയിട്ട് കേൾക്കുമ്പോഴാണ് ആ ട്യൂണിന് സുഖം. ഇവിടെ നമുക്ക് വരികളില്ലാതെ പാട്ട് ഒരു പ്രാവശ്യമേ വരുന്നുള്ളൂ, പക്ഷേ എനിക്കൊരു 100 പ്രാവശ്യം അത് ആവർത്തിച്ചിട്ടുണ്ട് ആ സീനിൽ വീണ്ടും വീണ്ടും. അത് ഇൻസ്ട്രുമെൻ്റലാണ്. അപ്പോൾ അതുകൂടെ എനിക്ക് ഓർമ്മയുണ്ട്. സിബി പറഞ്ഞത് നമ്മളത് ത്രൂ ഔട്ട് ഡെന്നീസും എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. കാരണം നമുക്കത് ഫ്ലൂട്ടിലും വയലിൻ സോളോ ഒക്കെ ആയിട്ട് ഹമ്മിങ് ആയിട്ടൊക്കെ ഒരുപാട് സ്ഥലത്ത് ഇത് വീണ്ടും ആവർത്തിക്കണം എന്ന് പറയുമ്പോൾ ഇങ്ങനൊരു ട്യൂൺ ഉണ്ടെങ്കിൽ അത് പറ്റുള്ളൂ. അതിൽ പ്രത്യേകതയുള്ള പാട്ട് തന്നെയാണ് അത്. നമ്മൾ പെട്ടെന്നിപ്പോൾ ആരും അത് അനലൈസ് ചെയ്യുന്നില്ല. അതിൻ്റെ പാട്ട് തുടങ്ങുന്നത് ഒരു മേജർ സ്കെയിലാണ്, അത് മ്യൂസിഷ്യൻസിന് അറിയാം. എന്നിട്ട് എൻഡ് ചെയ്യുന്നത് മൈനറിലാണ്. ഒന്ന് പാടി പറഞ്ഞുതരാൻ പറ്റും. അതായത് സാ ശ്രുതിയാണെങ്കിൽ ഗ ഗ ഗ സരി ഗ, കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ചതാരോ തരത്താര, കാറ്റിൻ്റെ ഇണത്ത് തരതാരി താരതി തരതാരി താരതി തരതി തരതാര. അപ്പോൾ കറക്റ്റ് മേജർ സ്കെയിൽ എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഒരു മേജർ മൈനർ ആവുന്നത് അതിൻ്റെ ഗാന്ധാരം വലുതും ചെറുതാവുമ്പോഴാണ്. അപ്പോൾ വലിയ ഗാന്ധാരത്തിലാണ് ഈ പാട്ട് തുടങ്ങുന്നത്. അപ്പോൾ അത് ചരണം പിന്നെ മൊത്തത്തിൽ മൈനറിലാണ് വരുന്നത്. സനി സരി ഗരി സരി ഗ തരട ടി, അങ്ങനെ ആ പാട്ട് മൈനറിൽ അവസാനിപ്പിച്ച് കാട്ടിലെ മൈനയെ മനസ്സിലായി മേജറിലേക്ക് വരുന്നു. അപ്പോൾ അതൊരു ഭയങ്കര ഡിഫറെൻ്റാണ്. എനിക്കിപ്പോൾ അതിൻ്റെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത മ്യൂസിഷ്യൻസും എനിക്ക് എൻ്റെ കൂടെ അന്ന് എന്നെ അസിസ്റ്റ് ചെയ്ത വിദ്യാസാഗറാണ് അതിൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തതൊക്കെ. അപ്പോൾ എല്ലാവരും അന്ന് അതിൻ്റെ പ്രത്യേകത പറഞ്ഞു. ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് എന്താ കാരണം എന്ന് പറഞ്ഞുകൂടാ, നമ്മൾ ഇന്നിപ്പോൾ കിട്ടുന്ന ഒരു പോപ്പുലാരിറ്റി അന്ന് കിട്ടിയിരുന്നില്ല. മേ ബി അതെന്തുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരുപാട് റിയാലിറ്റി ഷോസും മീഡിയ വളരെ ശക്തമായി. അന്ന് മീഡിയയ്ക്കൊന്നും അത്ര ഈ നമുക്ക് ഒരുപാട് പ്രൊമോഷൻ കാര്യങ്ങൾ പാട്ടിന് കിട്ടിയിരുന്നില്ല. ഇന്നിപ്പോൾ എന്തുകൊണ്ടോ അത് വീണ്ടും വീണ്ടും വന്നപ്പോൾ ആ പാട്ട് വീണ്ടും ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഞാൻ എൻ്റെ എല്ലാ പ്രോഗ്രാമിനും ഞാൻ ദുബായിൽ പോയപ്പോൾ എല്ലാവരും ആദ്യം പറയുന്നു ഈ പാട്ട് വേണം, ഈ കാട്ടിലെ ഇത് വേണം, കാട്ടിലെ മൈനയെ പാട്ട് പഠിപ്പിച്ച് വേണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. വൈകിയായാലും അതിനൊരു അംഗീകാരം കിട്ടുക എന്നുള്ളത്. ചില ജാതകമാണ് അങ്ങനെ. ഇപ്പോഴും നമ്മൾ ആ പാട്ടിനെ ഓർക്കുന്നുണ്ടല്ലോ.